നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുബൈദ ഇസാഖ് അവരെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിളയൂർ മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെയും ഈ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇന്ന് വലിയ ആഹ്ലാദത്തിൻ്റെ ദിനമാണ്. ഒരുപാട് വർഷക്കാലം നമ്മൾ കാത്തിരുന്ന, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട എടപ്പലത്ത് നിന്ന് മൂർക്കനാട്ടേക്ക് പോകുന്ന പാലം അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു പാലം പൂർത്തീകരിക്കുമ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണ് എന്ന് വിളിച്ചറിയുന്ന ഓഡിയൻസാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. നാടിൻ്റെ ആകെ ആഘോഷമായി ഈ പരിപാടി മാറിയതിന് കാരണവും അതുതന്നെയാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, വർഷങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ആളുകൾക്ക്, മൂർക്കനാട് പ്രദേശത്തെ ആളുകൾക്ക് കൃത്യമായി ഓർക്കാൻ വേണ്ടി സാധിക്കും. വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക, ആ കൊട്ടും വാദ്യങ്ങളും ഒന്ന് തൽക്കാലം നിർത്തണമെന്ന് ഒന്ന് ആവശ്യപ്പെടണം. ഇവിടെ ഈ പാലത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ നമ്മളിതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ മനസ്സിലും, മൂർക്കനാടിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ മനസ്സിലും ഉണ്ടാകുന്ന ഒരു ചിത്രമുണ്ട്. വളരെ അധികമൊന്നും പുറകിലേക്ക് പോകാതെ തന്നെ നമ്മുടെ ഈ പാലം നിൽക്കുന്ന പ്രദേശം എന്തായിരുന്നു ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടി സാധിക്കും. ഒരു വലിയ നമ്മൾ പറയാൻ സാധാരണ നാട്ടിൻപുറങ്ങളിൽ കുണ്ടനിടവഴി എന്ന്, ആകെ ഇരട്ട് നിറഞ്ഞ ഒരു കുണ്ടനിടവഴി. അതിലൂടെ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, മാലിക്കപ്പള്ളിയിൽ സെൻറ്ററിൽ നിന്ന് പുഴ വരെ ഒരു വല്ലാത്തൊരു ഇടവഴിയായിരുന്നു. അത് കഴിഞ്ഞ് ആ ഇടവഴി താണ്ടി പുഴയിലിറങ്ങിയാൽ പുഴയിൽ ആളുകളെ കാത്തു നിൽക്കുന്ന ഒരു തോണി, നമ്മുടെ പ്രിയപ്പെട്ട തോണിക്കാരൻ. അതിനുശേഷം ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ടാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലും നമുക്കറിയാം, അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് മൂർക്കനാട്ടേക്ക് കിടന്നാൽ ഇതിനേക്കാൾ വലിയൊരു കുണ്ടനിടവഴി, വല്ലാത്ത ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരിടവഴി. നമുക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന ഏകദേശം ആളുകൾക്കൊക്കെ ആ സ്ഥലം അന്നത്തെ വല്ലാതെ അധികമല്ല, നമുക്കറിയാതെ പുറകിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇരുട്ട് നിറഞ്ഞ ഒരു ഇടവഴിയിലൂടെയാണ് വർഷങ്ങളോളം ഇരുകരകളിലെയും ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ ആവശ്യത്തിനും അതുപോലെ തന്നെ കാർഷിക വ്യാവസായിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്നത്. നമ്മുടെ എടപ്പലം സ്കൂൾ വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നടുവട്ടം സ്കൂളിലേക്ക് പോലും ആ പ്രദേശത്ത് നിന്ന് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. നടുവട്ടം സ്കൂളിലേക്ക് പോലും ആ പ്രദേശത്ത് നിന്ന് ആളുകൾ വന്ന് പഠിച്ച് അല്ലെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിരുന്ന ആ കാലത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഓർമ്മയുണ്ടാവും. ഒരു വല്ലാതെ വിഷമിച്ചുകൊണ്ട് നടക്കാൻ പോലും ശരിയായിട്ട് കഴിയാത്ത വിധത്തിലുള്ള ആ ഒരിടവഴിയിലൂടെ വന്ന ആ സാഹചര്യം നമ്മൾ ഓർക്കുമ്പോഴാണ്
ഇന്ന് എത്രമാത്രം വികസിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന് ഈ പദ്ധതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശം എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു ഇടവഴിയുടെ കാലം കഴിഞ്ഞപ്പോൾ ഈ സൈഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് ഇടവഴി കുറച്ചൊന്ന് വലുതാക്കുന്നതിനാവശ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ട് സാധിച്ചു. അതിനുശേഷം നമ്മുടെ എടപ്പലം ഹൈസ്കൂൾ വരുന്നു, ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നു. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും വന്നപ്പോൾ ഈ വലിയ വിസ്താരമില്ലാത്ത റോഡിലൂടെ, അല്ലെങ്കിൽ ഇടവഴി തന്നെ എന്ന് പറയാം, ആ വഴിയിലൂടെ വന്നപ്പോഴാണ് പ്രത്യേകിച്ച് കുട്ടികള്, പെൺകുട്ടികളാകെ എപ്പോഴും ഞങ്ങളോട് പഞ്ചായത്തിന്റെ ഈ വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ. ഞങ്ങളുടെ ഭരണസമിതിയോട് വന്ന് നിരന്തരം ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകര്, രക്ഷിതാക്കള്, കുട്ടികളെ ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് നടന്നു വരാൻ പോലും കഴിയാതെ വല്ലാത്ത വിധത്തിലുള്ള പല ശല്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഇതിലൂടെ നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പഞ്ചായത്ത് താല്പര്യമെടുത്തുകൊണ്ട് ഈ വഴിയൊന്ന് വിസ്താരമുള്ളതാക്കി ഒരു റോഡാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അന്ന് ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശത്തേക്ക് ആലുക്കപ്പള്ളിയിൽ സെൻട്രൽ നിന്ന് നമ്മുടെ പുഴ വരെ ഒരു റോഡ് ഉണ്ടാക്കുകയുണ്ടായി. ആ റോഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമല്ലാത്ത പ്രശ്നം. ഒരു ഇടവഴിയിൽ നിന്ന് ഒരു റോഡ്, ഒരു 8 മീറ്റർ റോഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും അപ്പുറത്തുമുള്ള സ്ഥലം ആവശ്യമുണ്ട്. ഇവിടെ നമ്മുടെ വേദിയിലിരിക്കുന്ന സീതി ഹാജിയുടെ സ്ഥലമാണ് ഈ സൈഡ് മുഴുവൻ. ആ സൈഡ് മുഴുവൻ വലിയപാലം ഫാമിലിയുടെയും നമ്മുടെ ബഷീർ ഉൾപ്പെടെ അവരുടെ മൂത്തമ്മ, അവരുടെ അമ്മാവൻ തുടങ്ങിയ ആളുകളുടെ വഴി. ഈ രണ്ട് പ്രദേശത്തെ വഴിയും പഞ്ചായത്തിന് സൗജന്യമായി തന്നുകൊണ്ട് ജനങ്ങളുടെ വലിയൊരു ആവശ്യം എന്നുള്ള രൂപത്തിലാണ് ഈ വഴി ഒരു വലിയ 8 മീറ്റർ വീതിയുള്ള റോഡായിട്ട് ആദ്യം മാറുന്നത്. മാത്രമല്ല, റോഡ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പുഴയിൽ നിന്ന് മണല് എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും പുഴയിലേക്ക് വണ്ടികൾ ഇറക്കാൻ, ഒരു മോട്ടോർ സൈക്കിൾ പോലും ഇറക്കാൻ കഴിയാത്ത വിധത്തിൽ നിറയെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടാണ് അന്ന് ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്തത്. അത്തരമൊരു പദ്ധതി ചെയ്തതിന് ശേഷവും കുറെ കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സ്കൂളിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കാര്യം നമുക്കറിയാം. PTM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ്. ധാരാളം കുട്ടികൾ മുർക്കനാട് പ്രദേശത്ത് നിന്ന്, ആയിരക്കണക്കിന് കുട്ടികൾ മുർക്കനാട് പ്രദേശത്ത് നിന്ന് ഈ സ്കൂളിനെ ആശ്രയിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ രക്ഷിതാക്കളെ സംബന്ധിച്ച്, സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ച് ഒക്കെ വലിയ ആശങ്കയായിരുന്നു. മഴക്കാലത്ത് തോണിയിലൂടെയുള്ള ആ കുട്ടികളുടെ വരവ് കാണുമ്പോൾ, പുഴ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, രണ്ട് കരകളും മുട്ടി നിൽക്കുന്ന സമയത്ത് 4-5 ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ഡേയ്സ് നഷ്ടപ്പെടാറുണ്ടായിരുന്നു. കാരണം രക്ഷിതാക്കൾ പേടി കൊണ്ട് കുട്ടികളെ സ്കൂളിൽ അയച്ചിരുന്നില്ല. അന്നൊക്കെ സ്കൂൾ അധികൃതരെ ഈ രണ്ട് പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ വല്ലാത്ത രൂപത്തിൽ പഞ്ചായത്തിനോട്, ഗ്രാമപഞ്ചായത്തിനോടൊന്ന് ആവശ്യപ്പെട്ടു. വലിയൊരു പാലത്തിന്റെ സാധ്യതയൊക്കെ ഞങ്ങൾക്കറിയാം, അതൊന്നും പെട്ടെന്ന് നടക്കാൻ വേണ്ടി പോകുന്നതല്ല. പക്ഷെ ഒരു തൂക്കുപാലമെങ്കിലും ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ഒന്ന് നിർമ്മിച്ചു തരാൻ പഞ്ചായത്തിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കാരണം അതിനും തൂക്കുപാലം എന്ന് പറയുമ്പോഴും കുറച്ചൊക്കെ ഫണ്ട് വേണം. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഭരണകർത്താക്കളല്ലേ, നിങ്ങളൊന്ന് ശ്രമിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ചില തൂക്കുപാലങ്ങൾ പോയി നമ്മൾ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അന്ന് പഞ്ചായത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയായി അന്ന് DPCയിൽ പോവുകയുണ്ടായി. പക്ഷെ അന്ന് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രത്യേകിച്ച് അന്ന് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഈ ഒരു പാലം പണിയുന്നതിനാവശ്യമായിട്ടുള്ള ചില തുടക്കം കുറിക്കുന്നതിന് വേണ്ടി അതിന്റെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ പാലം വരുമെങ്കിൽ തൽക്കാലം ഇത് വേണ്ട എന്നുള്ള രൂപത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. പിന്നീട് വീണ്ടും കുട്ടികളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, 2009 മലപ്പുറം ജില്ലയിലെ അരീക്കോട് മൂർക്കനാട് എന്ന കടവിൽ, ഈ മൂർക്കനാടല്ല, മലപ്പുറത്ത് അരീക്കോട് ഒരു മൂർക്കനാട് കടവിൽ ഒരു തോണി അപകടം സംഭവിച്ചത്
വളരെ ദാരുണമായിട്ടുള്ള ആ സംഭവത്തിൽ 8 വിദ്യാർത്ഥികളാണ് നമുക്ക് നഷ്ടമായത്, നമ്മുടെ നാടിന് നഷ്ടമായത്. ആ ഒരു പ്രശ്നം വന്നപ്പോൾ ആ ഒരു വല്ലാതെ നമ്മളെ എല്ലാവരെയും വിഷമിപ്പിച്ച ആ ഒരു രൂക്ഷമായിട്ടുള്ള വല്ലാത്ത ഒരു സങ്കടം വന്നപ്പോൾ അന്ന് ഗവൺമെന്റ് തന്നെ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ധാരാളം കുട്ടികൾ പുഴയിലൂടെ തോണിയെ ആശ്രയിച്ചു പോകുന്ന കടവുകളിലൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള തൂക്കുപാലങ്ങൾ ഉണ്ടാക്കണം, അതോടൊപ്പം കഴിയുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ പാലങ്ങൾ ഉണ്ടാക്കണമെന്ന് ജില്ലാ പഞ്ചായത്തും അന്ന് അതിനാവശ്യമായിട്ടൊരു ശ്രമം, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇവിടെ നിന്ന് ആ ഒരു ടേം കഴിഞ്ഞതിന് ശേഷമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് പോകുന്നത്. അന്ന് ഞങ്ങളുടെ PWD സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഇന്നത്തെ പ്രസിഡന്റ് ശ്രീ TN കണ്ടമുത്തൻ അവർ. ഞങ്ങളിരുന്നൊരു ആലോചന നടത്തി. ഞാനന്ന് പ്രസിഡന്റിനോട് സൂചിപ്പിച്ചു, ഞങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമുണ്ട്, അവിടെ ധാരാളം കുട്ടികളുടെയും ജനങ്ങളുടെയും ഒക്കെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്, അതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊന്ന് പരിശോധിക്കണം. ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുമൊക്കെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആലോചന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് 10-12 വർഷക്കാലമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക ജില്ലകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന ബാക്ക്വേർഡ് റീജിയൻ ഗ്രാന്റ് ഫണ്ട് എന്നുള്ള ആ പദ്ധതിയിൽ ഈ പദ്ധതിയിൽ നമുക്കൊരു സാധ്യത ഇതിനുണ്ടാവുമോ എന്ന് പരിശോധിക്കാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനാവശ്യമായിട്ടുള്ള ആലോചനകൾ നടത്തി. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ 272 ജില്ലകളിലാണ് ഈ BRGF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ ആകെ 2 ജില്ലകൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, അത് പല BPL ഇൻഡെക്സുമുണ്ട്, അതിൻ്റെ ആ പരിഗണനയിൽ പാലക്കാട്, വയനാട് ജില്ലകളിൽ മാത്രമാണ് ഈ BRGF എന്ന പദ്ധതി നടപ്പിലാവുന്നത്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ സംവികാസ് യോജന എന്ന പേരിൽ RSVY എന്ന പദ്ധതി പേരിൽ ജില്ലയ്ക്ക് പദ്ധതികൾ അനുവദിച്ച് നൽകിയിരുന്നു. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ധാരാളം പദ്ധതികൾ വിവിധ പേരുകളിലായി, ഇപ്പോൾ IAY എന്നോ SSA എന്നോ അല്ലെങ്കിൽ NRHM എന്നുള്ള പേരിലൊക്കെ തന്നെ ധാരാളം പദ്ധതികൾ നമ്മുടെ സ്റ്റേറ്റിൽ ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റുകളിലും നടപ്പിലാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ സ്റ്റേറ്റ് അത് ഏത് സമയത്താണെങ്കിലും എപ്പോഴും പറയാറുണ്ട്, ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു കൃത്യതയില്ലാത്തതുകൊണ്ട്, ഒരു കൃത്യമായി ഈ ഫണ്ട് ചെലവഴിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഫണ്ട് ലാപ്സാവുകയാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് ഈ BRGF എന്ന പദ്ധതിയിൽ ലഭ്യമായിട്ടുള്ള ഫണ്ട് RSVY എന്ന പദ്ധതി ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഇറിഗേഷൻ മേഖലകളിൽ ധാരാളം തടയണകളും കോടികൾ വരുന്ന തടയണകളും ലക്ഷക്കണക്കിന് വരുന്ന കുടിവെള്ള പദ്ധതികളും ഒക്കെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. BRGF എന്ന പദ്ധതി ഇതിന് പേര് മാറ്റി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ആലോചിച്ചു, ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇത് വീതം വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതി മാറ്റേണ്ടതുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡിപ്പാർട്ട്മെന്റുകളുടെ വലിയ വലിയ പദ്ധതികൾ വരും, അത് എവിടെയും എത്താതെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു സമീപനമുള്ളത് കൊണ്ട് തന്നെ BRGFന്റെ പദ്ധതി നമുക്ക് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിഹിതം വെച്ച് നൽകണം. അത് അവര് പറയുന്ന പ്രപ്പോസൽ, കാരണം അധികാരം പഞ്ചായത്തുകൾക്കാണ്. പഞ്ചായത്തുകൾക്ക് ഫണ്ട് നൽകുമ്പോൾ അത് ആ ഫണ്ട് ഏത് പദ്ധതിക്ക് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ ഭരണസമിതികളാണ്. അങ്ങനെ ഞങ്ങളൊരു തീരുമാനമെടുക്കുകയും BRGFന്റെ പദ്ധതി പണം ജില്ലയിലെ 91 ഗ്രാമപഞ്ചായത്തുകൾക്ക്, 13 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക്, 5 മുനിസിപ്പാലിറ്റികൾക്ക് ഓരോ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിഹിതം ഓരോ പഞ്ചായത്തുകൾക്കും നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതിന്റെ സെക്രട്ടറി ജില്ലാ കളക്ടറുമാണ്. ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയിൽ അത്തരമൊരു തീരുമാനമെടുത്ത് എല്ലാ പഞ്ചായത്തുകളെയും അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിന്റെ പ്രപ്പോസൽസും അതിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ധാരണയുണ്ടായി. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ജില്ലയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല എന്നുള്ളത് കൊണ്ട് തന്നെ SC ST മേഖലയിലെ അത്തരം ജനവിഭാഗങ്ങളുടെയൊക്കെ തന്നെ എല്ലാവിധത്തിലുള്ള പുരോഗമനവും ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്
നമ്മൾ പാലക്കാട് ജില്ല സ്റ്റേറ്റിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയായി പ്രഖ്യാപിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് 5 കോടി രൂപയാണ് ആ പദ്ധതി പ്രവർത്തനത്തിന് വേണ്ടി ഈ BRGF നിന്ന് നൽകിയത്. അതോടൊപ്പം ധാരാളം തടയണകൾ ഞങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ ഞങ്ങളുടെ സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടില്ല ഒരുപാട് സ്കൂളുകൾ, ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ ജില്ലാ പഞ്ചായത്തിനനുസരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ കൃത്യമായ ഇടപെടലിലൂടെ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ, ഒരു ഇച്ഛാശക്തിയുള്ള താല്പര്യം എടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാക്കി അല്ലെങ്കിൽ പ്രോജക്റ്റുകളാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ ഏറ്റെടുക്കുകയുണ്ടായി. ഈ ഒരു പദ്ധതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് BRGF എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പാലം പണി തുടങ്ങുന്നതിനാവശ്യമായി ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒരു വർഷം ഞങ്ങൾക്ക് ഒരു 18 കോടിയോളം രൂപയാണ് BRGF എന്ന ഫണ്ടിൽ നിന്ന് കിട്ടുന്നത്. ഞങ്ങളുടെ പ്ലാൻ ഫണ്ടും മറ്റ് ഗ്രാൻഡുകളും ജില്ലാ പഞ്ചായത്തുകളെ സംബന്ധിച്ചറിയാം, ജില്ലാ പഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഓൺ ഫണ്ടില്ല. ലഭ്യമാവുന്ന ഗ്രാൻഡ് BRGF ഒരു ഗ്രാൻഡാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്രാൻഡുകളുണ്ട്. വിവിധ ഗ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തുകളുടെ പദ്ധതി പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ പദ്ധതി പണം BRGFന്റെ പണം ഒരു 10-18 കോടിയോളം ലഭ്യമാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് അതിനേക്കാൾ കൂടുതൽ ഏകദേശം ഒരു 75 കോടിയോളം രൂപ ഓരോ വർഷവും ഞങ്ങളുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നു വിവിധ സോഴ്സിലൂടെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും ആവശ്യമായിട്ടൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കി. പക്ഷെ സാധാരണ പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ തുടങ്ങിയാൽ ഒരു ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ അവസാനിക്കണം. അതല്ലെങ്കിൽ അത് കഴിയേണ്ടതുണ്ട് ഒരു വർഷം കൊണ്ട്. അപ്പം അത് കഴിഞ്ഞില്ലെങ്കിൽ ഈ ഫണ്ട് ലാപ്സായി പോകും. അപ്പം ഞങ്ങളുടെ മനസ്സിൽ വന്നൊരു കാര്യം, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അന്ന് ആലോചിച്ചത്, ഈ ഫണ്ട് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമാവുന്നത് PWD, കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്, LSGD എഞ്ചിനീയറിംഗ്. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് അതാണ് ചെയ്യാൻ ആഗ്രഹവും. പക്ഷേ അത് ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ അതിനു മുമ്പ് നമുക്കറിയാം, നമ്മുടെ MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. പുലാമന്തോൾ പാലത്തിൻ്റെ അന്ന് പൊട്ടി വീണ സമയത്ത് വളരെ പെട്ടെന്നാണ് ആ പാലം പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ആ പണി ഏൽപ്പിച്ചിരുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സാധ്യത അത് എൻ്റെ മനസ്സിലൂടെ വന്നപ്പോൾ ഞങ്ങളുടെ ഭരണസമിതിയുമായിട്ട് ആലോചിച്ചു, നമുക്ക് അങ്ങനെ ഒരു സാധ്യത പരിശോധിച്ചാലോ. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഈ പദ്ധതി ഏൽപ്പിക്കുന്നതിലൂടെ നമുക്ക് ഫണ്ട് മുഴുവനായിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു വർഷം കഴിഞ്ഞാലും, ഒരു പക്ഷേ ഇത്ര വലിയൊരു പാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 3 വർഷം കൊണ്ടൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. അതങ്ങനെ ഏൽപ്പിക്കാമെന്ന് തീരുമാനിച്ച്, പക്ഷേ ഞങ്ങൾ ഒരു സാങ്കേതിക തടസ്സമുള്ളത്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ അല്ലെങ്കിൽ ഏതൊരു പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഏജൻസീസിൻ്റെ ലിസ്റ്റിൽ RBDCK ഇല്ല. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു തോമസ് ഐസക്, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മന്ത്രി പാലോളി, അവരെ പോയി കണ്ടു. ആദ്യം ഞാൻ അന്നത്തെ MD, ഈ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ MD TK ജോസ് IAS ആയിരുന്നു. TK ജോസിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വലിയ റെയിൽവേ മേൽപ്പാലങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ വലിയ പാലങ്ങളും മാത്രമാണ് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുക. ഒരു പഞ്ചായത്തിൻ്റെ ഇത്രയും വലിയൊരു പദ്ധതി ഞങ്ങൾ ഇതുവരെ ഒരു പദ്ധതി തന്നെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, ഞങ്ങൾക്കതിന് കഴിയില്ല. ഇനി ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അന്ന് മിനിസ്റ്റേഴ്സിനെ കണ്ട് പഞ്ചായത്തിൻ്റെ മന്ത്രിയെയും ധനകാര്യ വകുപ്പ് മന്ത്രിയെയും കണ്ടുകൊണ്ട് ഈ ഒരു ആവശ്യം വെച്ചപ്പോൾ ഈ പ്രദേശത്തെ വലിയൊരു ആവശ്യം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റേ മൂർക്കനാട് നടന്ന ഒരു അപകടത്തെ സംബന്ധിച്ചുമൊക്കെ സൂചിപ്പിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിന് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ ആളുകളെ വിളിച്ച് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഓർഡർ ഇട്ടു. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് RBDCKയിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ആദ്യത്തെ ഒരു എസ്റ്റിമേറ്റ് 7.5 കോടി രൂപയായിരുന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് 7.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തന്നു. പിന്നീട് അതിനെ തുടക്കം കുറിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനാവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൽ ഞങ്ങൾക്ക് ഈ പദ്ധതി ഏൽപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം തെളിഞ്ഞു വന്നു.
അതിനുശേഷം ഞങ്ങൾക്കുണ്ടായത് ഈ പദ്ധതിക്ക് പണമുണ്ടായാൽ മാത്രം പോരാ. പണം എന്ന് പറഞ്ഞാലും ഈ 15 അല്ലെങ്കിൽ 16 കോടി ഞങ്ങൾക്ക് ഒരു വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. കാരണം ഒരു വർഷത്തെ ഫണ്ട് കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത വർഷങ്ങളിലെ ഫണ്ട് കിട്ടുകയുള്ളൂ. ഞങ്ങളുടെ തന്നെ അനുഭവത്തിലുണ്ട്. RSVY എന്നുള്ളത് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള 45 കോടി, അത് അന്ന് KVR ആയിരുന്നു പ്രസിഡന്റ് KV രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കാലത്ത് ലഭ്യമായിട്ടുള്ള 45 കോടിയും കൃത്യമായി യൂട്ടിലൈസ് ചെയ്തതുകൊണ്ടാണ് BRGF എന്ന ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്തപ്പോഴാണ് ഒരു തടസ്സം. ഈ പ്രദേശത്തെ വലിയ ആവശ്യമാണെങ്കിലും ഈ സ്ഥലം വിട്ടുകിട്ടേണ്ട ആവശ്യമുണ്ട്. കാരണം 12 മീറ്റർ വീതിയിൽ ഈ പ്രദേശത്ത് സ്ഥലം വിട്ടുകിട്ടുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാം, വെളയൂരിന്റെ സൈഡിൽ ആദ്യം തന്നെ സീതിയാജിയിൽ ഉൾപ്പെടെ ഇവിടുത്തെ തൊട്ടപ്പുറത്തെ ബഷീറിന്റെ VP ഫാമിലി ഉൾപ്പെടെയുള്ള സ്ഥലം വിട്ടു തന്നതാണ്. മൂർക്കനാട് സൈഡിലെയും ആവശ്യമുണ്ട്. നമ്മുടെ അന്ന് പ്രസിഡന്റായിരുന്ന അബ്ദുക്കയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെയും ഇപ്പോഴത്തെ ജനപ്രതിനിധികളും അന്നത്തെ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളും എല്ലാവരും കൂടിയാണ് അതിനാവശ്യമായിട്ടുള്ളൊരു ശ്രമം നടത്തിയത്. അവിടെ ഒരു 10-20ഓളം 24 വീട്ടുകാരുടെ സ്ഥലം ഈ പദ്ധതി പ്രദേശത്തുണ്ട്. അവരുടെയൊക്കെ തന്നെ സമ്മതം വേണം. ആ സമ്മതം കിട്ടുന്നതിന് ഞങ്ങൾക്ക് അവരുമായി സമീപിച്ചപ്പോൾ പഞ്ചായത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾ സമീപിച്ചോളാം. പഞ്ചായത്ത് മാത്രമല്ല, ആ പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ഏറ്റെടുത്തു തരാമെന്ന് ഉറപ്പ് നൽകിയതിന് ശേഷം ഞങ്ങൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസുമായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി എഗ്രിമെന്റ് വെക്കുകയാണ്. എഗ്രിമെന്റ് വെക്കുമ്പോൾ 18 മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിച്ചു തരാമെന്നാണ് RBDCക്ക് അന്ന് പറയുന്നത്. ഈ 2 പ്രദേശങ്ങളിലെയും സ്ഥലം നിങ്ങൾക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് നിങ്ങൾക്ക് തരും എന്ന് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ആ പ്രദേശത്തെ സ്ഥലം ഏകദേശം ഒരു 99% സ്ഥലവും കയ്യിലായതിനു ശേഷം ഈ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഞങ്ങൾ എഗ്രിമെന്റ് വെച്ചു. എഗ്രിമെന്റ് വെച്ചതിന് ശേഷം പണി തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഒരു 2010 ഇതിന്റെ തറക്കല്ലിടുന്നത്. 10 തറക്കല്ലിട്ട് ഇതിന്റെ പദ്ധതി തുടങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് മൂർക്കനാട് സൈഡിലുള്ള ചില ആളുകളുടെ ചില ബുദ്ധിമുട്ടുകൾ, അവർക്ക് സ്ഥലം തരുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ ആ പ്രദേശത്ത് ഉണ്ടായി. ആ സമയത്തൊക്കെ കുറേയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങളും എല്ലാവരും കൂടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഒക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ട് അവസാനം ഏകദേശം ഒരു ധാരണയായതിനു ശേഷമാണ് പണി തുടങ്ങുന്നത്. അപ്പോഴേക്കും ഒരു വർഷം ഇതിൻ്റെ കഴിയുകയുണ്ടായി. അങ്ങനെ പദ്ധതി തുടക്കം കുറിച്ച് ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങളും ഇതിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ആ സമയത്തൊക്കെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായി ഒക്കെ തന്നെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിനുശേഷമാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വരുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഞങ്ങൾ അവിടെ യോഗം വിളിച്ചു. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ വന്ന് അവസാനം ചെറിയ ഒരു തർക്കം മാത്രം നിലനിർത്തിക്കൊണ്ട് അത് അവിടെ നിന്നുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത്. ഏകദേശം മറ്റ് ഒരു ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങളും ഇല്ലാതെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചു. ഒന്നും രണ്ടുമല്ല, ഈ സ്ഥലം തന്ന ആ പ്രദേശത്തെ ഒരു വലിയ നിര തന്നെ, ഒരു 10-25ഓളം കുടുംബങ്ങൾ, അവർ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും ഇതിനാവശ്യമായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിനോട് തയ്യാറായി എന്നുള്ളത് ഞങ്ങൾ വലിയ കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അത്രമാത്രമായിരുന്നു. അങ്ങനെ ഈ പണി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം 3.5 വർഷം കഴിയുകയാണ്. 3.5 വർഷത്തിന് മുമ്പിൽ ഒരു 1.5 വർഷക്കാലം ഇത്തരത്തിലുള്ള നിയമ തടസ്സത്തിൻ്റെയും അതുപോലെ തന്നെ പദ്ധതി സ്ഥലം കൈമാറി കിട്ടാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ ഇടപെടലുകൾ ഉണ്ടാക്കി. അതിൽ പല ഘട്ടങ്ങളിലും ആ പ്രദേശത്തെ നമ്മുടെ MLA തന്നെ, അവിടുത്തെ കബീർ MLA തന്നെ അന്നത്തെ അവിടെ പഞ്ചായത്തിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയും അതിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ അന്നും അതൊന്നും തന്നെ തീരുകയുണ്ടായില്ല. പിന്നെ അവസാനം ഇത് എന്തായാലും ജനങ്ങളാകെ ഏറ്റെടുക്കുമെന്നുള്ള ഒരു ധാരണ, ഒരു സാഹചര്യം വന്നപ്പോഴാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചത്. എന്തായാലും അതിലൂടെ ഈ വലിയ ഒരു ജനതയുടെ വലിയ താല്പര്യമാണ്, വലിയ സ്വപ്നമാണ് പൂവണിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പദ്ധതി പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ ഈ 3.5 വർഷക്കാലം കൊണ്ട് ഇത്ര വലിയൊരു പാലം, പ്രത്യേകിച്ച് 120 മീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ 300 മീറ്റർ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള ഒരു പാലം പണിയുക എന്നുള്ളത്
ആദ്യം 7.5 കോടിയിൽ നിന്ന് തുടങ്ങി, പിന്നീട് ഈ സമയം വൈകിയത് കൊണ്ട് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 10 കോടി, അതിനുശേഷം സമയം വൈകിയത് കൊണ്ട് വീണ്ടും 1.5 കോടി, ഈ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് എസ്കലേഷനൊക്കെ വന്നപ്പോൾ അത് 11.5 കോടിയായി മാറി. ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അന്നൊരു ധാരണ വെച്ചിരുന്നു. ഇതിന് ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ ആദ്യം 7.5 കോടിയിലാണ് ഇത് തുടങ്ങുന്നത്. ഇനി ബാക്കി പണം നമുക്ക് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയുടെ സൈഡിൽ നിന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഡിവിഷൻ നിൽക്കുന്ന പഞ്ചായത്ത്, ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി സഹായം നമുക്കിതിന് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം സൈഡിൽ നോക്കുമ്പോൾ BRGF എന്ന പദ്ധതി അവിടെ നടപ്പിലാവുന്നില്ല. മറ്റൊരു പദ്ധതിയിൽ നിന്ന് വലിയ തുക കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിനോട് ഇതിനാവശ്യമായിട്ടുള്ള സഹായം, കാരണം ഈ പ്രദേശത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു. വെളയൂർ ഗ്രാമപഞ്ചായത്തിനോട് അഭ്യർത്ഥിച്ചു. അന്ന് കഴിഞ്ഞ ബ്ലോക്കിൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് ഇതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്തു. അന്ന് ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും 11.5-10 കോടിയൊക്കെ തന്നെ ചിലവിലൊരു പാലം പണിയുമ്പോൾ നമ്മുടെ ജില്ലയുടെ മൊത്തം 91 പഞ്ചായത്തുകൾക്കും വേണ്ടി പോകുന്ന പണം ഒരു പ്രദേശത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നത് ആ ഒരു കാര്യത്തിലാണ്. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒരഭിപ്രായങ്ങളുണ്ട്, ഒരു ഭാഗത്തേക്ക് മാത്രം ഫണ്ട് വെച്ചാൽ മതിയോ എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ 91 പഞ്ചായത്തുകൾക്ക് ഒരു പഞ്ചായത്തിന് 12 ലക്ഷം രൂപ വീതം എടുത്താൽ 12 ലക്ഷം ഇൻറ്റു 91 വെച്ചാൽ 10 കോടിയായി. അപ്പോൾ ഒരു പഞ്ചായത്തിന് 12 ലക്ഷമേ നഷ്ടപ്പെടുന്നുള്ളൂ. ആ 12 ലക്ഷം ഒന്നിച്ചു കൂടിയാൽ 10 കോടി ഒരു പ്രദേശത്തേക്ക് കിട്ടുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ആകെ ആഗ്രഹമാണ് സഫലീകരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ കൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു തരത്തിലൊരു പ്രോജക്റ്റ് എടുത്തത്. പ്രോജക്റ്റ് എടുക്കുമ്പോഴും അതിവിടെ ഇങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഞാൻ മാത്രമല്ല അതിന് താല്പര്യമെടുത്തിട്ടുള്ള അതുകൊണ്ടാണ് എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്ന് പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം CPIM-ൻ്റെ ഏരിയ നേതൃത്വം വലിയ താല്പര്യമാണ് അതിലെടുത്തത്. അന്ന് ഞാൻ ഇതിനോട് ചോദിച്ചപ്പോൾ, കാരണം ഇത്ര വലിയൊരു ഫണ്ട് ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നീട് അതിനൊരു പരാതി വരുമ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പരാതി വരരുത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഇത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രദേശം നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഒരു പദ്ധതി ഏറ്റെടുത്തോളൂ എന്ന് ഇവിടുത്തെ CPIM-ൻ്റെ നേതൃത്വം പറഞ്ഞത് അത് എൻ്റെ ഇപ്പോഴും വല്ലാത്ത അഭിമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു പ്രദേശത്തേക്ക് ഫണ്ട് അനുവദിക്കുമ്പോൾ നമുക്കറിയാം സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകൾ, കാരണം എൻ്റെ പ്രദേശത്തേക്ക് ഇല്ലല്ലോ എന്നൊരു തോന്നൽ പലപ്പോഴും വരാം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭരണസമിതിയും ആ രൂപത്തിലാണ് ഒരു തീരുമാനമെടുത്തത്. ഇത് ഞങ്ങൾ ഈ ഒരു പദ്ധതി മാത്രമല്ല, അതാണ് ഞാൻ സൂചിപ്പിക്കുന്നതും, ഈ 11.5 കോടി ചെലവഴിച്ചുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ 13 കോടിയുടെ 3 മെഗാവാട്ട് വൈദ്യുത പദ്ധതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഏറ്റെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ RCCയുടെ സബ് സെൻറ്ററിന് 3 കോടിയോളം രൂപ വേറെ ചെലവഴിക്കുന്നുണ്ട്. ഒട്ടേറെ പദ്ധതികൾ സമാനമായിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടി ഈ പദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. ഞാനതിൻ്റെ ദീർഘമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൽ ഒരുപാട് ഇപ്പോൾ തന്നെ ദീർഘിപ്പിച്ചു. ഏതായാലും ഇതിൻ്റെ ഒരു നടന്നു വന്ന വഴികളാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ പറയുമ്പോൾ ഈ വേദിയിലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരുപാട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഇരുകരങ്ങളെയും ജനങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, അവരൊക്കെ ഇത് ഒരേ മനസ്സോടുകൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിന്നു എന്നാണ് ഒരു വലിയ അഭിമാനമായിട്ട് മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓരോ ആളും നമുക്കറിയാം ഈ പരിപാടി ഇവിടെ പണി ചെയ്യുമ്പോൾ അക്കരെ നിന്നും ഇക്കരെ നിന്നും ധാരാളം ആളുകൾ ദിവസേന ഈ 3.5 കൊല്ലം തുടർച്ചയായി ഈ വർക്ക് സൈറ്റിൽ വരുന്ന ചില ആളുകളുണ്ട്. നമുക്ക് കൃത്യമായി നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരുപാട് മുഖങ്ങൾ. ഏത് സമയത്ത് സൈറ്റിൽ ചെന്നാലും ഈ ആളുകളുണ്ടാവും. മാത്രമല്ല നമുക്കറിയാം ഈ സൈറ്റിൽ ഈ പണി കൃത്യമായി നടക്കുമ്പോൾ എന്നും ഇതിൻ്റെ ശ്രദ്ധിച്ചിരുന്ന പല ആളുകളും നമ്മളോട് ഈ അടുത്ത് വിട പറയുകയുണ്ടായി. കാരണം അതൊക്കെ വലിയ ഒരു നഷ്ടമായിട്ട് അവരുടെയൊക്കെ തന്നെ ആ വലിയ സ്വപ്നം അതവർക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വലിയ സങ്കടമൊക്കെ നമുക്കുണ്ട്. അങ്ങനെ വല്ലാതെ ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് അനുഭവങ്ങളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു പദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അഭിമാനമുണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പദ്ധതി പൂർണ്ണതയിലെത്തുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട്. ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് ഇതിനെ സഹായിച്ച ഒരുപാട് ആളുകൾ, ഇതിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നും ഇതിൻ്റെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകൾ.